Next topic, maximum shear force and bending moment values due to moving load. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ബീം സബ്ജക്റ്റഡ് ടു എ സിംഗിൾ പോയിന്റ് ലോഡ്. അതിൽ ഫസ്റ്റ് പോർഷൻ ആണ് മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഗീവൺ പോയിന്റ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ W എന്ന് പറഞ്ഞ ഒരു സിംഗിൾ പോയിന്റ് ലോഡ്, അത് എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സി എന്ന് പറഞ്ഞ പോർഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ച അതേ സാധനം തന്നെ. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും വരും. ആ സി എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, മാക്സിമം മൊമെൻറ്റും കിട്ടുന്നത്. അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, വെൻ W reaches just to the left of section C, just to the left of section സിയിൽ എത്തുമ്പോൾ നമുക്ക് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്, മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് W ഇൻറ്റു Z/L കിട്ടും. ഇനി മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടാനായിട്ട് വെൻ W reaches just to the right of section C, just to the right of section സിയിൽ എത്തുമ്പോൾ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വാല്യൂ വരും, W ഇൻറ്റു L മൈനസ് Z/L എന്ന വാല്യൂ കിട്ടും. ഇനി നമുക്ക് ഏത് സെക്ഷൻ്റെ ആണോ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, ആ സെക്ഷനിലായിരിക്കും മാക്സിമം മൊമെൻറ്റും വരുന്നത്. നമുക്ക് ഈ ക്വസ്റ്റിനിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് സി പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സി പോയിന്റിൽ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ആണ് പറയുന്നത്. മാക്സിമം മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അതേ സെക്ഷനിൽ തന്നെ ആയിരിക്കും വരുന്നത്. ആ വാല്യൂ WZ ഇൻറ്റു L മൈനസ് Z/L. അടുത്ത പറയുന്നത് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂസ് എനിവെയർ ഇൻ ദ ബീം. നമുക്കൊരു പോയിന്റിൻ്റെ അല്ല പറയുന്നത്, ലോഡ് A to B ട്രാവൽ ചെയ്യുമ്പോൾ 1 kilonewton ലോഡ് എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണ് മാക്സിമം നെഗറ്റീവ് മൊമെന്റ് വരുന്നത്, ഏത് പോയിന്റിലാണ് മാക്സിമം പോസിറ്റീവ് മൊമെന്റ് വരുന്നത്. അപ്പോൾ W എന്ന് പറഞ്ഞ ലോഡ് എയിൽ നിൽക്കുവാണ്. ഇങ്ങനെ ട്രാവൽ ചെയ്ത് ബിയിലേക്ക് എത്തുവാണ്. W എന്ന് പറഞ്ഞ ലോഡ് ബിയിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന ഇസഡിൻ്റെ വാല്യൂ എന്ത് കൊടുക്കണം, ഇസഡിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു L. അപ്പോൾ W ഇൻറ്റു L/L. Therefore മാക്സിമം മൊമെന്റ് എവിടെയായിരിക്കും, മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എവിടെ ആയിരിക്കും വരുന്നത്, വെൻ W എന്ന് പറഞ്ഞ ലോഡ് റീച്ചസ് ബി, W ലോഡ് റീച്ചസ് ബി ആണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വാല്യൂ. ഇനി മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എവിടെ ആയിരിക്കും, വെൻ W ലോഡ് is at a point, W a point ആകുമ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇസഡിൻ്റെ വാല്യൂ വിൽ ബി 0. അപ്പോൾ ഇവിടെ ഇസഡിൻ്റെ അടുത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡിൻ്റെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W. Therefore മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വാല്യൂ എവിടെ ആയിരിക്കും വരുന്നത്, വെൻ W ഈസ് അറ്റ് പോയിന്റ് A there will be maximum positive shear force. അതേ കണക്ക് തന്നെ വെൻ W ഈസ് അറ്റ് B മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വാല്യൂ. ഇനി നമുക്ക് വേണ്ടത് മാക്സിമം മൊമെന്റ് എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ മാക്സിമം മൊമെന്റ് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് ലോഡ് സ്പാനിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ A to ഈ പോയിന്റ് L/2, ഇവിടുന്ന് ബാക്കി ഇങ്ങോട്ട് L/2. അപ്പോൾ എക്സാക്ട് സെൻറ്ററിൽ പോയിന്റ് ലോഡ് എത്തുമ്പോഴാണ് മാക്സിമം മൊമെന്റ് ഉണ്ടാകുന്നത്. സോ അത് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സി absolute maximum values anywhere in the beam. Negative shear force വരുന്നത് Z is equal to L. Maximum negative shear force value W. Positive shear force വരുന്നത് when Z is equal to 0.
മാക്സിമം മൊമെൻ്റ് ഒക്കർ ചെയ്യുന്നത് when z is equal to L by 2, when the point load reaches the center of the span. And maximum moment value W L by 4. Moment in the maximum value W L by 4. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ കൂടി ട്രാവൽ ചെയ്യാണ്. അതാണ്ടേ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ കൂടി ട്രാവൽ ചെയ്തു. ഇവിടെ W എന്ന് പറയുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് AB എന്ന് പറഞ്ഞ സ്പാനിലേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ വാല്യൂസ് എല്ലാം ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഗിവൺ സെക്ഷൻ. ഇവിടെയും സെക്ഷൻ എന്ന് പറഞ്ഞ് ഒരു C പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ C പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റ് വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കണം? ഫസ്റ്റ് തന്നെ ഷിയർ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കണം, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷന് ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ആയിരിക്കും, സെക്ഷന് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആയിരിക്കും. എല്ലാ സിംപ്ലി സപ്പോർട്ടഡ് സ്പാനിലും ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. നമുക്കൊരു സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ സെക്ഷന് ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരിക്കും. അതേ കണക്ക് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സെക്ഷനിലായിരിക്കും മാക്സിമം മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം. എപ്പോഴാണ് നെഗറ്റീവ് ഷിയർ ഫോഴ്സ് മാക്സിമത്തിലേക്ക് എത്തുന്നത്? നെഗറ്റീവ് ഷിയർ ഫോഴ്സ് മാക്സിമത്തിലേക്ക് എത്തുന്നത് നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുവാണ്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ട്രാവൽ ചെയ്ത് അത് C എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഉണ്ടാകുന്നത്. വലിയ നീളമുള്ള സാധനമാണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്നു ആ ലോഡിൻ്റെ എൻഡ് താണ്ട് ലോഡിൻ്റെ ഈ പോയിന്റ് സിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഉണ്ടാകുന്നത്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലോഡ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ. ഈ ഏരിയ ലോഡിൻ്റെ താഴെ വരുന്ന ഏരിയ. അപ്പോൾ അതെന്ത് വരും? ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ ലോഡിൻ്റെ വാല്യൂ W ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ 1/2 ഇൻറ്റു Z. ഈ ലെങ്ത് ആണ് Z, പിന്നെ ഈ ഹൈറ്റ് Z ബൈ L. അപ്പോൾ WZ²/2L ആണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. എപ്പോഴാണ്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ലോങ്ങർ ദാൻ ദ സ്പാൻ ട്രാവൽ ചെയ്യുമ്പോൾ. ഈ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എപ്പോഴാണ് ആ സെക്ഷനിൽ വരുന്നത്? ആ ലോഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ലോഡിൻ്റെ ഹെഡ് പോർഷൻ വന്ന് C പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ C പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വേണം. പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എപ്പോഴായിരിക്കും വരുന്നത്? അതെ, ഈ ലോഡിൻ്റെ ബാക്കിലെ പോർഷൻ സിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത്. അതെ, ലോഡിൻ്റെ എൻ പോർഷൻ അതെ ഈ പോയിന്റ് സിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത്. ഈ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ? ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലറിൻ്റെ ഏരിയ 1/2. ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി W ഇൻറ്റു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/2 ഇൻറ്റു ബേസ് ഓഫ് ദ ട്രയാങ്കിൾ ലെങ്ത് ആണ് L മൈനസ് Z ഇൻറ്റു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് L മൈനസ് Z ബൈ L. Therefore, maximum positive shear force W into L minus Z the whole square divided by 2L. ഇതാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വാല്യൂ. മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ആ ലോഡിൻ്റെ ടെയിൽ പോർഷൻ C എന്ന് പറഞ്ഞ പോയിന്റിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഫുള്ളായിട്ട് ഏത് സൈഡിലായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാകുന്നത്. ഇനി പറയുന്നത് മാക്സിമം മൊമെൻ്റ് അറ്റ് C. മാക്സിമം മൊമെൻ്റ് അറ്റ് C എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ വാല്യൂ തന്നെയാണ്, Z ഇൻറ്റു L മൈനസ് Z ബൈ L. ഇനി അതിൻ്റെ MC യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ദിസ്
ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഈ ഫുൾ പോർഷനിലും എന്തുണ്ട്, ലോഡുണ്ട്. ലോഡ് ഇങ്ങനെ ഫുൾ പോർഷനിലും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മൾട്ടിപ്ലൈഡ് ബൈ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് ആണ് മാക്സിമം മൊമെൻ്റ് അറ്റ് സി. അതെ, ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് W ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ 1/2 ഇൻറ്റു L ബേസ് ഇൻറ്റു ഇതാണ് ഹൈറ്റ് ഓഫ് ദ triangle Z into L minus Z by L. Therefore, maximum bending moment value W Z into L minus Z by 2. ഇതാണ് maximum bending moment value. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് absolute maximum values anywhere in the beam. ഇപ്പോൾ ഈ പോർഷനിൽ എന്താ, നമുക്കൊരു സി എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ട് ആ പോയിന്റിലെ മാക്സിമം ഷിയറും മാക്സിമം ബെൻഡിങ്ങും ഒക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഈ ലോഡ് എയിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏത് പോയിന്റിലാണ് മാക്സിമം ഷിയർ ഫോഴ്സ്, പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, ഏത് പോയിന്റിലാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, ഏത് പോയിന്റിലാണ് മാക്സിമം മൊമെൻ്റ് ആക്ട് ചെയ്യുന്നതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും ഈ ലോഡ് ഈ ഫുൾ സ്പാൻ കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇനി വെൻ ഇസഡ്, ഈ ഇസഡ് വാല്യൂ, വെൻ ഇസഡ് വാല്യൂ ഈസ് ഈക്വൽ ടു 0, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ, ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണമല്ലോ, ആ പോയിന്റ് എയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്താ, ഇസഡിൻ്റെ വാല്യൂ 0 ആകും. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടുന്നത്. മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഒക്കെ when Z is equal to 0 when load occupies the entire span. ഇനി മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എവിടെ ആയിരിക്കും വരുന്നത്? മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് സി എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്ത പോയിന്റ് ബിയിൽ കൊണ്ടുവെക്കുക. ബിയിൽ വെക്കുമ്പോൾ നമുക്ക് എന്ത് വരും? Z is equal to L. Z is equal to L ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത്. നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഇസ് മാക്സിമം when Z is equal to L. അപ്പോൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ WL/2, മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ WL/2. ഇനി മാക്സിമം മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് ആ സ്പാനിലും വലുതാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ സ്പാൻ ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ മാത്രമേ മാക്സിമം മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ആ മാക്സിമം മൊമെൻറ്റ് എന്ന് പറയുന്നത് എക്സാക്റ്റ് സ്പാനിൻ്റെ സെൻട്രലായിരിക്കും. അതിൻ്റെ വാല്യൂ WL²/8 ആയിരിക്കും. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ച അതേ വാല്യൂ. when Z is equal to L/2 and maximum moment WL²/8. Next, uniformly distributed load smaller than the span. അപ്പോൾ ഇവിടെയുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ലെങ്ത് D ആണ്. അത് AB എന്ന് പറഞ്ഞുള്ള സ്പാൻ ഓഫ് ലെങ്ത് L-നേക്കാളും കുറവാണ്. D less than L. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സും എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമുക്ക് തന്നേക്കുന്ന ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷൻ സിയിൽ ഇതാണ് പോയിന്റ് സി അല്ലെങ്കിൽ സെക്ഷൻ സി. ആ പോയിന്റിൽ എപ്പോഴാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, എപ്പോഴാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ പോർഷനാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ഹെഡ് പോർഷൻ. ഇനി 2 എന്ന് പറഞ്ഞ പോർഷൻ, ഈ 2 എന്ന് പറഞ്ഞ പോർഷനാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ടെയിൽ പോർഷൻ. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. 1 ആയിരിക്കും ഫസ്റ്റ് എത്തുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ പോർഷൻ സി പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. 1 എന്ന് പറഞ്ഞ പോർഷൻ ദാണ്ടേ സി പോയിന്റിലെത്തും. ഈ സി പോയിന്റിലെത്തുമ്പോഴാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ 2 എന്ന് പറഞ്ഞ പോർഷൻ സിയിലെത്തുമ്പോഴാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. റിമൈനിങ് പോർഷൻ ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും?
ഇതിൻ്റെ ഹെഡ് പോർഷൻ 1 എന്ന് പറഞ്ഞ പോർഷൻ, ഹെഡ് പോർഷൻ സി പോയിന്റിൽ എത്തുമ്പോഴാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത്. ഈ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് 1 എന്ന് പറഞ്ഞ പോയിന്റ് സിയിൽ എത്തുമ്പോഴാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് 2 എന്ന് പറഞ്ഞ പോർഷൻ സിയിലേക്ക് എത്തുമ്പോൾ ബാക്കി പോർഷൻ തിരക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തും. അപ്പോഴാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് 2 എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് ടെയിൽ എൻഡ് സിയിൽ എത്തുമ്പോൾ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എത്തും. ഇനി നമുക്ക് വേണ്ടത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതാ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സി എന്ന് പറഞ്ഞ സെക്ഷൻ്റെ കുറച്ച് അപ്പുറവും ഇപ്പുറമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി ആ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടില്ല. അത് എങ്ങനെ, എപ്പോഴായിരിക്കും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊണ്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ കിട്ടുന്നതെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ നമ്മുടെ സെക്ഷൻ സിന്ന് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് മാറി അതിൻ്റെ ടെയിൽ എൻഡ് നിൽക്കുന്നു. ബാക്കി d-x ഡിസ്റ്റൻസ് മാറി അതിൻ്റെ ഹെഡ് എൻഡ് നിൽക്കുന്നു. 1 എന്ന് പറഞ്ഞ പോർഷൻ ഇവിടെ, 2 എന്ന് പറഞ്ഞ പോർഷൻ ഇവിടെ. ഇതാണ് സി എന്ന് പറഞ്ഞ സി പോയിന്റ്. ആ സി പോയിന്റിന് എക്സ് ഡിസ്റ്റൻസ് മാറി അതിൻ്റെ ടെയിൽ നിൽക്കുന്നു. ഈ ഡിസ്റ്റൻസ് എന്ത് വരും? d-x ഡിസ്റ്റൻസ് മാറി അതിൻ്റെ 1 എന്ന് പറഞ്ഞ പോർഷൻ ഹെഡ് എൻഡ് നിൽക്കുന്നു. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഓർഡിനേറ്റ്. അത് കണക്ക് തന്നെ ടെയിൽ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് ആണ് ഇവിടെ വരുന്നത്, ഈ ഓർഡിനേറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ലോഡ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ലൈൻ, ഏരിയ അണ്ടർ ദ ലോഡ് ഇൻ ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. അപ്പോൾ ലോഡ് വാല്യൂ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ലോഡ് വാല്യൂ ഈ ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കണക്ക് തന്നെ ലോഡ് വാല്യൂ ഈ ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് രണ്ടും എന്ത് ഷേപ്പാണ്? ട്രപ്പിസോയിഡൽ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്തിരിക്കുന്നതെന്ന്. ലോഡ് വാല്യൂ W എന്ന് പറഞ്ഞ ലോഡ് വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ട്രപ്പിസോയിഡിൻ്റെ ഏരിയ 1/2 ഇൻറ്റു y1 പ്ലസ് yc ഇൻറ്റു ഡിസ്റ്റൻസ്. ഇതാണ് എക്സ് ഡിസ്റ്റൻസ്. ഇനി ഈ പോർഷൻ W ഇൻറ്റു 1/2 ഇൻറ്റു yc പ്ലസ് y2 ഇൻറ്റു d-x. ഈ ഡിസ്റ്റൻസ് ഇതാണ്, ഈ ഡിസ്റ്റൻസ് ആണ് d-x ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടാനായിട്ട് നമ്മൾ എഴുതിയ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനെ പാർഷ്യലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ എഴുതുക അറ്റ് എ സെക്ഷൻ, അവിടുന്ന് അതിനെ പാർഷ്യൽ ഡിറൈവ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏത് പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്, എക്സിൻ്റെ ഡിസ്റ്റൻസ് ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്തുന്നതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യുവാണ്. പാർഷ്യലായി ഡിറൈവ് ചെയ്യുമ്പോൾ വാല്യൂ എന്ത് വരും? W/2 ഇൻറ്റു y1 പ്ലസ് yc മൈനസ് W/2 ഇൻറ്റു yc പ്ലസ് y2 ഈസ് ഈക്വൽ ടു 0. അവിടെ നമുക്ക് എഴുതാം y1 ഈസ് ഈക്വൽ ടു y2. അപ്പോൾ ടെയിൽ എൻഡിൻ്റെ ഓർഡിനേറ്റും ഹെഡ് എൻഡിൻ്റെ ടെയിൽ എൻഡിൻ്റെ ഓർഡിനേറ്റും ഹെഡ് എൻഡിൻ്റെ ഓർഡിനേറ്റും ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബെൻഡിങ് മൊമെന്റ് മാക്സിമം വാല്യൂ. സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓർഡിനേറ്റ്സ് ഈക്വൽ ആകുമ്പോൾ, ഇതായിരുന്നു സി എന്ന് പറഞ്ഞ പോയിന്റ്. സി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള ഓർഡിനേറ്റ് വാല്യൂ ഈക്വൽ ആകുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. ഈ ഓർഡിനേറ്റ് എന്തിൻ്റെയാണ്? ഹെഡ് എൻഡിൻ്റെ ഓർഡിനേറ്റ് ആണ്. ഇത് ടെയിൽ എൻഡിൻ്റെ ഓർഡിനേറ്റ് ആണ്. ഹെഡ് എൻഡ് ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ടെയിൽ എൻഡ് ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. y1ൻ്റെ അടുത്തും y2ൻ്റെ അടുത്തും ആ ഓർഡിനേറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ y1ൻ്റെ വാല്യൂ കിട്ടാനായിട്ട്, ഇതല്ലേ y1ൻ്റെ വാല്യൂ കിട്ടാനായിട്ട് y1 ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്, ഇതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് എക്സ്, ഈ ഡിസ്റ്റൻസ് ഇസഡ്. അപ്പോൾ y1 ഡിവൈഡഡ് ബൈ ഇസഡ് ബൈ എക്സ്, y1 divided by z by x is equal to
ഈസ് ഈക്വൽ ടു എന്ത് വരും? വൈ സി ഡിവൈഡഡ് ബൈ ഇസഡ്. വൈ സി ഡിവൈഡഡ് ബൈ ഇസഡ്. അവിടെ നിന്ന് y1 എഴുതി, y1ൻ്റെ വാല്യൂ എഴുതി. y1 ഈസ് ഈക്വൽ ടു വൈ സി ഇൻറ്റു ഇസഡ് ബൈ എക്സ് ബൈ ഇസഡ്. അതേ കണക്ക് തന്നെ y2ൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്തതാണ്ട്. y2ൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്തു. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. x by z is equal to z by l. x by z is equal to z by l. x എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ള ഡിസ്റ്റൻസ്, അതായത് ഇതായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ സി. ആ സി എന്ന് പറഞ്ഞ പോയിന്റ് അത് നോക്കിക്കേ, ഒന്നുകൂടി വരയ്ക്കാം. സെക്ഷൻ സി എന്ന് ടെയിലിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ ഡി. ഡി എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. എക്സ് ഡിവൈഡഡ് ബൈ ഡി ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇസഡ് ബൈ എൽ. ഇസഡ് എന്ന് വെച്ചാൽ എ ടു സി ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എൽ. ഈ റേഷ്യോ ആണ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. എക്സ് ഡിവൈഡഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു ഇസഡ് ഡിവൈഡഡ് ബൈ എൽ. ഈ റേഷ്യോയിലാണ് മാക്സിമം ബെൻഡിങ്, ഈ റേഷ്യോ സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ്ട് bending moment at a section is maximum when the load is so placed that the section divides the load in the same ratio as it divides the span. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു സെക്ഷൻ സിയിൽ ലോഡ് ഏത് റേഷ്യോയിൽ എത്തുമ്പോഴാണ് മാക്സിമം മൊമെൻറ്റ് കിട്ടുന്നതെന്ന്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എ ടു സിയിലേക്ക് ലോഡ് ട്രാവൽ ചെയ്യാണ്. നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടോട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുവാണ്. ഇത് നമ്മുടെ സ്പാൻ. ഒരു സെക്കൻഡ്, ഒന്നുകൂടി വരയ്ക്കട്ടെ. ഇതായിരുന്നു നമ്മുടെ സ്പാൻ എ ബി. ആ സ്പാൻ എ ബിയിലുള്ള ലോഡ്, ഈ ലോഡ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുവാണ്. ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്തുന്നത്? ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ്, ഇപ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോഴാണോ അതോ ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അച്ചീവ് ചെയ്യുന്നത്? അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊസിഷൻ ഓഫ് അബ്സല്യൂട്ട് മാക്സിമം മൊമെന്റ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ മാക്സിമം ഓർഡിനേറ്റിൻ്റെ ഇക്വേഷൻ എഴുതി വൈ സി ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എൽ മൈനസ് ഇസഡ് ബൈ എൽ. ഇതായിരിക്കും മാക്സിമം മൊമെൻറ്റിൻ്റെ ഓർഡിനേറ്റ് വാല്യൂ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്താണ്, ഫസ്റ്റ് ലെക്ചറിൽ ഡിറൈവ് ചെയ്തതാണ്. മാക്സിമം ഓർഡിനേറ്റിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആകുമ്പോൾ ഓർഡിനേറ്റിൻ്റെ വാല്യൂ ഇതായിരിക്കും. ഇനി ഈ പറയുന്ന ലോഡ് ഏത് ഡിസ്റ്റൻസിൽ എത്തുമ്പോഴാണ് ആ വാല്യൂ കിട്ടുന്നതെന്ന്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുന്നതെന്ന് നോക്കുവാണ്. അപ്പോൾ ആ വാല്യൂ നമ്മളൊന്ന് മാറ്റി എഴുതി, ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ ബൈ എൽ എന്ന് എഴുതി. ഇനി നമുക്ക് ഇസഡ് എത്ര ഡിസ്റ്റൻസ്, ഇസഡ് എന്ന് പറഞ്ഞ വാല്യൂ സ്പാനിൻ്റെ എവിടെ എത്തുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുന്നതെന്ന് നോക്കുവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ പാർഷ്യൽ ഡിറൈവ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് പാർഷ്യൽ ഡിറൈവ് ചെയ്തു. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി, ഇസഡ് ഈസ് ഈക്വൽ ടു എൽ ബൈ 2. That means that a uniformly distributed load സ്പാനിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കർ ചെയ്യുന്നത്. So we can say that the position of load to be such that the section divide the load in the same ratio as it divides the span, which means that absolute maximum moment center of gravity of the load will be at mid-span. ലോഡ് സ്പാനിന്ന് ഈക്വൽ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. നോക്കിക്കേ, ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ബീം. ആ ബീമിൻ്റെ സെൻറ്ററാണ് ഈ റൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് L/2, ഇത് L/2. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്ന ലോഡാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ട്രാവൽ ചെയ്യുന്ന ലോഡിൻ്റെ
ലോഡ് ഈക്വൽ ആയിട്ട് ഇതും ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. ഇതിപ്പോൾ എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പോഴായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ മിഡ് സ്പാനിലായിരിക്കും, മിഡ് സ്പാനിൽ ലോഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ നടുക്ക് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കർ ചെയ്യുന്നത്.